സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ 6 താരം ജാസ്മിൻ ജാഫർ. എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും അത് കഴിയുമ്പോൾ സമനില തെറ്റി മനുഷ്യൻ കടുത്ത രീതിയിൽ പ്രതികരിക്കുമെന്നും ജാസ്മിൻ പറയുന്നു. താൻ ഹൗസിലായിരുന്നപ്പോൾ പലതും പറഞ്ഞു പരത്തിയവരോട് ക്ഷമിക്കുകയാണ്. ദൈവം അവർക്ക് കൊടുക്കുമെന്നാണ് വിശ്വാസം. ബിഗ് ബോസിൽ പോയതുപോലെ പലരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടെ കൂടെ ഉണ്ടാകും ആരൊക്കെ ഒറ്റുകൊടുക്കും എന്ന് തിരിച്ചറിഞ്ഞു. യൂട്യൂബിൽ പങ്കുവച്ച വീഡിയോയിലാണ് ജാസ്മിൻ ഇതൊക്കെ പറയുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ലെന്ന്. എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്. എനിക്കത് അറിഞ്ഞൂടാ. അത് അറിഞ്ഞൂടാത്തത് കൊണ്ടായിരുന്നു അവിടെ വെച്ച് അങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ എനിക്ക് അറിയാം എന്ത് ഏത് എന്നുള്ളത്. കാരണം നമ്മൾ നിൽക്കുന്നത് പ്രഷർ കുക്കറിലായിരുന്നു. എനിക്ക് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് റസ്മിനും ഗബ്രിയുമാണ്. അവിടെ നിൽക്കുമ്പോഴുള്ള നമ്മുടെ മാനസികാവസ്ഥ വേറെയാണ്. ഞാനീ പറയുന്ന വീഡിയോ ഇട്ട് ട്രോളാക്കി വീഡിയോ ചെയ്യുന്നവരുണ്ടാവും. എനിക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റിന് കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. ഞാൻ ചെയ്യാത്തത് ഞാൻ കാരണം നിങ്ങളുടെ അന്നം മുട്ടരുതെന്ന് കരുതിയിട്ടാണ്. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങുമെങ്കിൽ ഞാൻ ചെയ്യും. ഇനിയും എന്നെ വിറ്റ് തിന്നാൻ നിൽക്കരുത്. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും പരിധിയില്ലേ? അത് കഴിയുമ്പോൾ മനുഷ്യരുടെ ക്ഷമ നശിക്കും, സമനില തെറ്റും, ആൾക്കാർ അങ്ങേയറ്റം രീതിയിൽ പ്രതികരിക്കും. ഞാൻ ഹൗസിലായിരുന്നപ്പോൾ വീഡിയോ ഇട്ട പല സൽഗുണ സമ്പന്നന്മാർ ഉണ്ട്, പുറകിലൂടെ കളിച്ചവരുണ്ട്. ഇനി എന്തെങ്കിലും ഡയലോഗുമായി വന്നാൽ പല സത്യങ്ങളും ഞാൻ പബ്ലിക്കിന് മുന്നിൽ ഇട്ടുകൊടുക്കും. നിങ്ങളവിടെ റിവീലാകും. ഇതൊക്കെ തിരിച്ചടിക്കും. ഞാനിത് താങ്ങിയതുപോലെ നിങ്ങൾ താങ്ങിയെന്ന് വരില്ല. ചില പൈസയുടെ കണക്കുകളൊക്കെ കേട്ടോ. എനിക്ക് ലക്ഷങ്ങൾ ഇങ്ങോട്ട് തരാനുണ്ടെങ്കിലേ ഉള്ളൂ. പലതിനും എൻ്റെ കയ്യിൽ തെളിവുകളുണ്ട്. സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഞാൻ എന്തായാലും ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നു. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതൊക്കെ മാറും. നല്ലൊരു ക്ലെൻസിങ് ആയിരുന്നു. എൻ്റെ കുടുംബത്തെ മുതലെടുത്തവരുണ്ട്, വിശ്വസിച്ചതിന് ചതിച്ചവരുണ്ട്. അവരോടൊന്നും ഞാൻ ചോദിക്കുന്നില്ല, ദൈവം ചോദിക്കും. സൈബർ ബുള്ളിങ്ങിൽ എനിക്ക് വിഷമമില്ല, പക്ഷെ പൈസയ്ക്ക് വേണ്ടി എന്നെ ചതിച്ചവരോട് വിഷമമുണ്ട്. ഇനി എന്നെക്കൊണ്ട് വീഡിയോ ചെയ്യിക്കാതിരിക്കുക എന്നതാണ് ഞാൻ പലരോടും പറയാനുള്ള ഒരു വാക്ക്. ഞാൻ തുടങ്ങിയാൽ പലതും നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ല. എല്ലാം വിടുകയാണ്. എനിക്ക് എൻ്റെ ജീവിതവുമായി മുന്നോട്ട് പോകണം, താരം പറയുന്നു.